നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തില് 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ട്രൂ വർഷിപ്പ് എന്നുള്ള വിഷയമാണ്. അതിൽ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ആരാധന എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വിഷയമാണ്. ഈ 24-ാം വാക്യം വരെ പറഞ്ഞിരിക്കും. അതിൽ 5 ഉപദേശ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അല്പം വിശദമായിട്ട് തന്നെ ചിന്തിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് 25, 26 വാക്യങ്ങൾ തുടർന്ന് കർത്താവായ യേശുക്രിസ്തു ആരാധനാബന്ധിതമായ ആത്മീക സത്യങ്ങൾ, ഉപദേശ സത്യങ്ങൾ കൃത്യമായി അക്കമിട്ട് കർത്താവ് നിരത്തിക്കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ഒരു കാര്യം ബോധ്യമായി. ഇത്ര കൃത്യമായിട്ട് ഈ ആത്മീക സത്യങ്ങൾ പ്രതിപാദിക്കണമെങ്കിൽ, അത് പകർന്നു നൽകണമെങ്കിൽ മോശ പറഞ്ഞ പ്രവാചകനായിരിക്കണം ഈ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ മോശ പറഞ്ഞ പ്രവാചകനാണ് മിശിഹ. അവൻ വരുമ്പോൾ, മിശിഹ വരുമ്പോൾ സകലവും ഉപദേശിച്ച് തരും എന്നുള്ള കാര്യം അവള് ഉപദേശിക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ നോക്കിയോ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ടീച്ച് എന്നുള്ള വാക്കാണ്. ഉപദേശിക്കുക എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സഹോദരന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഉപദേശിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക ഭാഗങ്ങളിലും ടീച്ചിങ് എന്നുള്ള വാക്കാണ്, പഠിപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മുമ്പിൽ നിന്ന് ഈ ആരാധനാബന്ധിതമായ വലിയ ആത്മിക സത്യങ്ങൾ പങ്കുവെച്ചപ്പോൾ ഈ സ്ത്രീ പറയാണ്, മിശിഹ വരും എന്ന്. മിശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരും എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലം ഉപദേശിച്ചു തരും. അപ്പോൾ മോശ പറഞ്ഞ ആ പ്രവാചകൻ വന്നാൽ അവൻ സകലം ഉപദേശിച്ചു തരും. മാത്രമല്ല, അവിടെ അവൾ അത്രയും കൊണ്ട് നിർത്തി, അവൻ വരുമ്പോൾ സകലവും പഠിപ്പിച്ചു തരും. എന്നാൽ മോശ മുഖാന്തരം ദൈവം പറഞ്ഞ ഒരു വാചകം അവൾ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ എന്താ? നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം, അഥവാ നിങ്ങൾ അവന്റെ വാക്ക് അനുസരിക്കണം. മിശിഹ പഠിപ്പിക്കുന്ന അനുസരിക്കണം. അപ്പോൾ കർത്താവ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊടുവിൽ ചിന്തിച്ചതാണ്, കർത്താവ് അവളോട് യാതൊരു വിധമായ മറയും കൂടാതെ കർത്താവ് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് അവൻ, ഞാൻ തന്നെ അവൻ, ഞാനാണ് മിശിഹ. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വലിയ സത്യം ചിന്തിക്കുകയുണ്ടായി. ഞാനാകുന്നു എന്ന യഹോവയായ ദൈവത്തിന്റെ നാമമാണ് കർത്താവായ യേശുക്രിസ്തു അവിടെ അവളോട് പറയുന്നത്. ഇത് തുടർന്ന് കർത്താവ് പലയിടത്ത്, യോഹന്നാൻ സുവിശേഷത്തിലെ കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്, പലയിടത്തും കർത്താവ് ഇത് ആവർത്തിക്കുന്നുണ്ട്, ഞാൻ ആകുന്നു എന്നുള്ളത്. ഇനിയും 27 മുതൽ 4-ാം അധ്യായത്തിന്റെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 27 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ആ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന പ്രധാന വിഷയം ട്രൂ വിറ്റ്നസിങ് എന്നുള്ളതാണ്, യഥാർത്ഥ സാക്ഷ്യം. മുമ്പ് നമ്മൾ ചിന്തിച്ചത്, തൊട്ടു മുമ്പ് വരെ നമ്മൾ ചിന്തിച്ചത് യഥാർത്ഥ ആരാധന, ട്രൂ വർഷിപ്പ് എന്നുള്ളതാണ്. ഇവിടെ ട്രൂ വിറ്റ്നസ് അഥവാ യഥാർത്ഥ സാക്ഷ്യം എന്നുള്ളതാണ് 27 മുതലുള്ള വാക്യങ്ങൾ, 27 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. നമ്മൾക്ക് പെട്ടെന്ന് അതൊന്ന് ചിന്തിച്ചു പോകാം. കഴിവതും വേഗത്തിലായിരിക്കും ഞാൻ പോകുന്നത്.
ഇന്ന് ഈ ഭാഗം നമ്മൾക്ക് ചിന്തിച്ച് തീർക്കണം എന്നുള്ളതാണ്, ധ്യാനിച്ച് തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 42 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ചിന്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ 27 വാക്യത്തിലും തുടർന്ന് നമ്മൾ കാണുന്ന കാര്യം, ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ വന്നു. ഭക്ഷണവുമായി അവര് ഭക്ഷണം കൊള്ളുവാൻ പോയിരിക്കുകയാണ്. ഭക്ഷണവുമായിട്ട് ഈ ശിഷ്യന്മാർ വന്നു. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ശമരുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിക്കുകയില്ലല്ലോ. അപ്പൊ ശിഷ്യന്മാർ അങ്ങനെ വിചാരിച്ചാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, പട്ടണത്തിൽ പോയി ഭക്ഷണം കൈക്കൊണ്ട് അവർ വന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ എത്തുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവൻ അഥവാ നമ്മുടെ കർത്താവ് ഈ ശമരിയക്കാരിയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് 27 വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ വചനം വായിച്ചതാണ്. ആ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. എന്താ കാരണം? യേശുക്രിസ്തു ഒരു യഹൂദൻ, ഈ സ്ത്രീ ഒരു ശമരിയക്കാരി. ശമരിയ സ്ത്രീയോട് യേശു സംസാരിച്ചത് യഹൂദന്മാർക്ക് നിഷിദ്ധമായ കാര്യമാണ്. എന്നാൽ നമ്മൾ അവിടെ കണ്ടു എന്തുകൊണ്ടാണ് കർത്താവ് അവളോട് സംസാരിച്ചെന്ന് ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഇത് ശിഷ്യന്മാരുടെ ഒരു അപാകതയാണ്. എന്ത് സംശയം ഉണ്ടായാലും ചോദിക്കണം കേട്ടോ. അത് ഈ ക്ലാസ്സിൽ ഞാൻ പ്രത്യേകം പറയുകയാണ്. ഞാൻ കർത്താവിൻ്റെ സ്ഥാനത്തല്ലെങ്കിലും സംശയം ഉണ്ടായാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പാസ്റ്റർ ഉണ്ടല്ലോ, റെജിമോൻ പാസ്റ്റർ, ഇന്ന് കുറെ നേരം അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ പഴയ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്ത ഒരു ക്ലാസ് ഇദ്ദേഹത്തിന് അങ്ങനത്തെ ഗുണമുണ്ട്. ചെകഞ്ഞുപോയി ആ ക്ലാസ് എടുത്ത് എസ്കറ്റോളജി സംബന്ധിച്ച് ഞാൻ എടുത്ത കുറെ ക്ലാസ്സസ്, അത് പുള്ളി ചെകഞ്ഞു പോയി. ഞാൻ പോലും കാണുന്നില്ല, ഇപ്പൊ അത് എവിടാന്ന് പോലും അറിയില്ല. അത് എടുത്തിട്ട് അദ്ദേഹത്തിനുണ്ടായ സംശയം എന്നോട് ചോദിച്ചു. കുറെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തു. ഇനിയും ഒരെണ്ണം കൂടെ ബാക്കി കിടപ്പുണ്ട്. ഉത്തരം നൽകാൻ സമയമില്ലാത്തതുകൊണ്ട് കൊടുത്തില്ല. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരാണെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായാലും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അത് ചോദിക്കണം. ഈ ശിഷ്യന്മാർക്ക് പറ്റിയ ഒരു കുഴപ്പം, കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ സംശയമുണ്ടായെങ്കിലും അവർ കർത്താവിനോട് ചോദിക്കുവാൻ ധൈര്യപ്പെട്ടില്ല. അതാണ് ആ വാക്കാണ് ശ്രദ്ധിക്കുക, ധൈര്യപ്പെട്ടില്ല. പലയിടത്തും അങ്ങനെയാണ് എഴുതി. അതുകൊണ്ട് എന്ത് പറ്റി? പല കാര്യങ്ങളിൽ അവർക്ക് വേണ്ട പരിജ്ഞാനമുണ്ടാകാതെ അവർക്ക് വീഴ്ച സംഭവിച്ചു. പലപ്പോഴും പിന്മാറ്റത്തിലേക്ക് പോകുന്ന പരിതസ്ഥിതി വരെ അവർക്ക് ഉണ്ടായി. ഈ കർത്താവും ഈ ശിഷ്യന്മാരുമായിട്ടുള്ള കാര്യത്തിൽ ഒരല്പം ആത്മീയ സത്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇനി അടുത്തെന്താണ്? ഇത് സംഭവിച്ചു. ആഹാരമായിട്ട് വന്നു. കർത്താവ് ഇവളോട് സംസാരിക്കുന്ന കണ്ട് ആശ്ചര്യപ്പെട്ടു. നോക്കണം, ഈ സമയത്ത് 28 വാക്യം, ആ സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഇവിടെ എൻ്റെ ഭാര്യാമ്മ വായിച്ചു തരുന്നുണ്ട്. ഈ മൈക്കിന്റെ മുമ്പിൽ അല്ലാത്തതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോ അനന്തരം സ്ത്രീ പാത്രം വച്ചിട്ട് പട്ടണത്തിൽ ചെന്ന്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ മനുഷ്യനെ വന്നു കാണുകയും അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കും എന്ന് പറഞ്ഞു. നോക്കണം, ഞാൻ ഒരു വലിയ സത്യം പറയട്ടെ. ഇവിടെ നമ്മള് ഒരു വലിയ ആത്മീക പാഠം ഇവിടെ പഠിക്കുകയാണ്. എന്താണത്? ഒന്ന്, ക്രിസ്തുവിനെ കണ്ടെത്തുന്നവർ രണ്ടാമത് ചെയ്യേണ്ട കാര്യം യേശു ക്രിസ്തുവിനെ കണ്ടെത്തി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കർത്താവായ യേശുവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അടുത്ത ദൗത്യം സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. ഇന്ന് പലരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിനയത്തോടെ പറയട്ടെ, ഈ രക്ഷിക്കപ്പെട്ടവരിൽ അധികം പേരും സാക്ഷികളാകുന്നില്ല. അത്
അപകടകരമായ ഒരു ആത്മീയതയാണ്. യഥാർത്ഥ ആത്മീയത്വം എന്ന് പറയുന്നത്, യഥാർത്ഥ ട്രൂ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ ആത്മീയത്വം എന്ന് പറയുന്നത് കർത്താവിനെ കണ്ടെത്തുക മാത്രമല്ല, രണ്ടാമത് ആ കണ്ടെത്തിയ കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിക്കുക. കണ്ടോ, ഈ സ്ത്രീ യേശുക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൾ നേരെ പട്ടണത്തിൽ പോവുകയാണ്. പട്ടണത്തിൽ ചെന്ന് അവളുടെ സാക്ഷ്യമാണ് കാണുന്നത്. അവള് വലിയ കാര്യങ്ങളൊന്നും പറയാനായിട്ട് അവക്കറിയത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, വളരെ പരിജ്ഞാനത്തോടുകൂടെ ആ സ്ത്രീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവള് പറഞ്ഞത്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുകയും. ആ സാക്ഷ്യത്തില് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. വന്ന് കാണുവീൻ, കം ആൻഡ് സീ, വന്ന് കാണുവീൻ. നമ്മൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ള കാര്യം അതാണ്. എന്താ? ഞാൻ ഒരുത്തനെ കണ്ടെത്തി, ഞാൻ ഒരു വ്യക്തിയെ കണ്ടെത്തി, നിങ്ങളും വന്ന് കാണുവീൻ. ഇതാണ് യഥാർത്ഥത്തിലുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മള് ആളുകളെ കർത്താവിങ്കിലേക്ക് നടത്തുക, കൊണ്ടു ചെല്ലുക, നിങ്ങൾ അവന്റെ അടുക്കൽ വരിക. ഇതാണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷ. ഈ സ്ത്രീ പറയുന്ന മറ്റൊരു കാര്യം നോക്കി. എന്താ അവള് പറഞ്ഞേ? അവക്ക് അവളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച കാര്യം, അവളെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് എന്താ? അവൾ ചെയ്തതൊക്കെയും കൃത്യമായി പറഞ്ഞ ഒരു വ്യക്തി, അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവിനെ വന്ന് കാണുക. ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞവനെ. ഒരു വാക്ക് ഇതിനോട് ചേർത്ത് പറയട്ടെ. നമ്മളോട് ബന്ധപ്പെടുത്തി ഇതെങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ കർത്താവ് വന്നിട്ട് നീ ഇന്ന പ്രായത്തിൽ ഇന്നത് ചെയ്തു, ഇന്നതുപോലായിരുന്നു നിന്റെ ജീവിതം, ഇതൊന്നും നമ്മളോട് പറയുന്നില്ലല്ലോ. പക്ഷേ ഈ സ്ത്രീക്ക് സംഭവിച്ച, ഈ സ്ത്രീയോട് ബന്ധപ്പെട്ട് സംഭവിച്ച ഒരു കാര്യം നമ്മളോട് ബന്ധപ്പെട്ട് സംഭവിച്ചിട്ട് എന്താ? അവളിൽ പാപബോധം ഉണ്ടായെന്നുള്ളതാണ്. കണ്ടോ? ഞാൻ പറയുന്നത് അതുപോലെ മനസ്സിലാക്കണേ. അവളിൽ എന്തുണ്ടായി? പാപബോധം, കുറ്റബോധമുണ്ടായി. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ സമൂഹത്തോട് നമ്മൾ വിളിച്ചു പറയേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. ഒരുത്തനുണ്ട്, അവന്റെ അടുക്കൽ വാ, ഞാൻ പാപിയാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു മനുഷ്യനുണ്ട്, ഒരു വ്യക്തിയുണ്ട്. എനിക്ക് കുറ്റബോധം നൽകിയ, എനിക്ക് പാപബോധം നൽകിയ ഒരു വ്യക്തി. ആ വ്യക്തിയെ വന്ന് കാണുവേ. അവള് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഒന്ന്, ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരുവനുണ്ട്, അവനെ വന്ന് കാണുക. രണ്ടാമത് അവള് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഉറപ്പിച്ചല്ല പറയുന്നത്. എന്താ? അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കും. ക്രിസ്തു എന്നുള്ളതിന്റെ എബ്രായ വാക്ക് എന്താണ്? ക്രിസ്തു എന്നുള്ളത് മലയാളം വാക്കും ഗ്രീക്ക് ഭാഷയില് ക്രിസ്തോസ്. ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് ഭാഷയില മിശിയ. അവൻ പക്ഷേ മിശിയ ആയിരിക്കും എന്ന് അവൾ പറയുകയാണ്. അവൾ ഉറപ്പിച്ചു പറയുന്നില്ല. അത് തീരുമാനിക്കേണ്ട ആരാണ്? നിങ്ങൾ വന്നിട്ട് ഉറപ്പിക്ക്. അവനെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്ക്, അവൻ മിശിയാണോ അല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ല. നിങ്ങൾ വന്ന് അവനെ കണ്ടിട്ട്, നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ട് നിങ്ങള് തീരുമാനത്തിലെത്ത അവനാരാണ് എന്നറിയുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇത്രയും ജനങ്ങളോട് പറഞ്ഞാൽ മതി. വാ, എന്നെ പാപബോധം വരുത്തിയ, എന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയ ഒരുവനുണ്ട്, അവനെ വന്ന് കാണ്. രണ്ട്, അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക.
അവൻ ആരാണ്? നിങ്ങൾ തീരുമാനിക്കുക. അവൻ പക്ഷേ മെശിയ ആയിരിക്കും. ഞാൻ വളരെ വേഗം ഇവിടെ നിന്ന് ഒരു വലിയ സത്യം നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുക. കർത്താവിനെ കണ്ട ഈ സ്ത്രീ പാത്രം വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടുകയാണ്. എന്തിനാ ഈ പാത്രം കൊണ്ടുവന്നത്? വെള്ളം കോരാൻ കൊണ്ടുവന്നതാ. അവൾ അത് മറന്നു. അവൾ ആ കാര്യം മറന്നു. വെള്ളം കോരാൻ വന്ന അവൾ ആ കാര്യം മറന്നു. ഇനിയും ഓർക്കുക, നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ സ്ത്രീയോട്. ഞാൻ തരുന്ന വെള്ളം നീ കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഓർക്കുന്നോ? നമ്മൾ പഠിച്ചത് ഓർക്കുന്നോ? ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഓർക്കുന്നോ? എന്താ? നിന്റെ ദാഹം മാറുമെന്ന് മാത്രമല്ല, നീ എന്തായി മാറും? നീ ഒരു ഫൗണ്ടനായിട്ട് മാറും. നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവ ആയിത്തീരും. നീ തന്നെ ഒരു നദിയായി മാറും. നിന്നിൽ നിന്ന് ജലം പ്രവഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ സ്ത്രീ വെള്ളം കുടിച്ച് ഏതാ? ഈ സുഖാർ എന്ന സ്ഥലത്ത് ഇവരുടെ പിതാവായ യാക്കോബ് യോസേപ്പിന് കുഴിച്ചു കൊടുത്ത കിണറ്റിലെ വെള്ളമല്ല, യേശു കൊടുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ വെള്ളം അവളൊരു കിണറായി എന്ന് മാത്രമല്ല, ആ കിണറ്റിൽ നിന്ന് അതൊരു നദിയായി എന്ത് ചെയ്യാണ്? പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. അവള് ചെന്നിട്ട് സാക്ഷ്യം പറയുകയാണ്. ഇപ്പോ അവള് എന്തായി മാറി? ഒരു നീരുറവയായിട്ട് മാറി. ഇവിടെ ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം, അവള് യേശുക്രിസ്തുവിനെ, മനുഷ്യന്റെ ദാഹം, ആത്മദാഹം തീർക്കുന്ന നിത്യജീവന്റെ വെള്ളമായ യേശുക്രിസ്തുവിനെ അവള് പാനം ചെയ്തു എന്ന് മാത്രമല്ല, യേശുക്രിസ്തു അവളുടെ ഉള്ളിലുണ്ട്, ഒരു കിണറ് അവളുടെ ഉള്ളിലുണ്ട് എന്ന് മാത്രമല്ല, ആ കിണറ്റിൽ നിന്ന്, ആ കിണറിപ്പം ഒരു നദിയായി, യോഹന്നാൻ 7:39 മുതലുള്ള വാക്യങ്ങൾ, അതൊരു നദിയായി മാറി അവളിൽ നിന്ന് എന്ത് ചെയ്യാണ്? നിത്യജീവന്റെ ജലം ഒഴുകുകയാണ്. അതാണ് ആ പട്ടണ നിവാസികളിലേക്ക് അവളിൽ നിന്ന് ഒഴുകി ചെല്ലുന്ന, അവളിൽ നിന്ന് പ്രവഹിക്കുന്ന നിത്യജീവന്റെ നീരൊഴുക്കാണ്. ഇതൊക്കെ ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് ഹൃദയത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഇനി നോക്കുക, ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. ഇവൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞു, യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞു, പട്ടണത്തിൽ ചെന്ന് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇതിന് നമ്മൾ ആദ്യം പഠിച്ച 1-ാം അധ്യായത്തില്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 41-ഉം 42-ഉം വാക്യങ്ങളില് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറയാം. വായിച്ച സമയം നമ്മൾക്ക് പോക്കാനില്ല. അവിടെ നമ്മൾ കാണുന്നത്, അന്ത്രയാസ് യേശുവിനെ കണ്ടു. യോഹന്നാൻ അപ്പോസ്തലനും അന്ത്രയാസും കൂടെ കർത്താവിനെ കണ്ടു. കർത്താവിനോടുകൂടെ ഒരു രാത്രി പാർത്തു. ഒരു ദിവസം പാർത്തു കഴിഞ്ഞിട്ട് ഈ അന്ത്രയാസ് ഓടിച്ചെന്ന് ശീമോനെ കാണുകയാണ്. തൻ്റെ സഹോദരനായ ശീമോനെ കണ്ടിട്ട് അവനോട് പറയുകയാണ്, എന്താ? ഞങ്ങൾ മിശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ഈ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ അവൻ പക്ഷേ മിശിഹ ആയിരിക്കും എന്നാണ് ഈ സ്ത്രീ പട്ടണത്തിൽ പറഞ്ഞത്. എന്നാൽ അന്ത്രയാസ് തൻ്റെ സഹോദരനായ ശീമോനോട് പറയുന്നത് പക്ഷേ മിശിഹ ആയിരിക്കും എന്നല്ല. പിന്നെ അവൻ ആരാണ്? അവൻ മിശിഹയാണ്. മിശിഹ എന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ പറയട്ടെ, എന്തിനാ ഞാൻ ഇത് കോർത്തു വെച്ചെന്നറിയാമോ? കർത്താവിനെ കണ്ട നമ്മൾ നമ്മുടെ സഹോദരന്മാരെ കാണണം കേട്ടോ. അവരോട് പറയണം, ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് സാക്ഷ്യം. ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾ വന്ന് കാണുക. നോക്കണം, ഇത്
ഈ സാക്ഷ്യമാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അന്ത്രയാ സാക്ഷ്യം പറഞ്ഞു. ഇനിയും മറ്റൊരു ഉദാഹരണം ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്നത് കുറിച്ചിട്ടാൽ മതി. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഈ 9-ാം അധ്യായത്തിന്റെ സവിശേഷത എന്താ? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ന്റെ സവിശേഷത എന്താ? പൗലോസ് യേശുവിനെ കണ്ടെത്തുകയാണ്. ശൗൽ യേശുവിനെ കണ്ടെത്തുകയാണ്. യേശുവിനെ അവൻ കണ്ടെത്തി. അവന്റെ രക്ഷിതാവിനെ അവൻ കണ്ടെത്തി. മിശിഹായെ അവൻ കണ്ടെത്തി. കണ്ടെത്തി കഴിഞ്ഞിട്ട് 20-ാം വാക്യം നോക്കിയേ. അവൻ ചെയ്ത കാര്യം എന്താണ്? യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. ഞാൻ എളിമയോടെ പറയട്ടെ, ഇന്ന് അനേക ക്രിസ്ത്യാനികളിൽ അഥവാ വിശ്വാസികളിൽ നമ്മുടെ ഇന്ത്യയിലെ കൾച്ചർ വെച്ച് നോക്കിയാൽ രക്ഷിക്കപ്പെട്ടവരിൽ 80% ആളുകൾ അവർ കർത്താവിനെ കണ്ടെത്തി എന്ന വിവരം മറ്റുള്ളവരോട് പറയുന്നവരല്ല. ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, അടുക്കളയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ജോലികൾ ചെയ്യുന്നവരുണ്ട്. സർക്കാർ ജോലികൾ ഉള്ളവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉള്ളവരുണ്ടായിരിക്കാം. വിവിധ കാര്യങ്ങൾ, കൃഷി കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇത് ഒരു പറ്റം ഷൈജം ബ്രദറിനെ പോലെയോ എന്നെ പോലെയോ ഒക്കെ ഉള്ള ദൈവദാസന്മാരുടെ പക്കൽ സുവിശേഷം പറയാൻ ഏൽപ്പിച്ചിട്ട് സുഖസുഷുപ്തിയിൽ ഭവനങ്ങളിൽ ഒതുങ്ങി കഴിയുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കണം കേട്ടോ. നീ കണ്ട കർത്താവിനെ മറ്റുള്ളവരോട് സാക്ഷികൾ. ഞാനൊരു ബൈബിൾ ക്ലാസ് എടുത്ത് കുറെ കാര്യങ്ങള് നിങ്ങൾ പഠിച്ചു, ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾ പഠിച്ചു, അങ്ങനെ ഇത് അവസാനിക്കാനിടയാകും. ഇത് പ്രായോഗിക തലത്തിലേക്ക് വരണം. ഷൈജം ബ്രദറിനോടൊപ്പം, ജോസ് ബ്രദറിനോടൊപ്പം, ജിജി സഹോദരനോടൊപ്പം, നമ്മുടെ ഇടയിൽ എത്ര പേരുണ്ട്, മറ്റ് സഹോദരന്മാരോടൊപ്പം, രാജു മൈക്കിൾ സഹോദരൻ, ഇവരൊക്കെ ഉണ്ടല്ലോ. ഇവരോടൊപ്പം നിങ്ങളൂടെ കർത്താവിനെ സാക്ഷിക്കുവാൻ ആവശ്യമുണ്ട്. വലിയ കാര്യങ്ങളൊന്നും പറയണ്ട. ഞാൻ ഒരുത്തനെ കണ്ടു, നിങ്ങൾ അവന്റെ അടുക്കലോട്ട് വാ, കം ആൻഡ് സീ, വന്ന് കാണുക. ഇത് നമ്മുടെ സാക്ഷ്യമായിരിക്കണം. വെളിപാട് പുസ്തകത്തിലെ 22-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഞാൻ വായിച്ച് വിടാം. അവിടെ ഈ വെളിപാട് പുസ്തകം സമാപിപ്പിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട സത്യം നോക്കിയേ. വരിക എന്ന് ആത്മാവ് പറയുന്നു. കർത്താവിന്റെ അടുക്കലേക്ക് വരിക. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവ് മാത്രമല്ല, അടുത്തെന്താ പറയുന്നത്? മണവാട്ടി വരിക എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. 2 മണവാട്ടി. ഏതായി മണവാട്ടി? ആരെങ്കിലും അഡ്മിറ്റ് ചെയ്ത് പറഞ്ഞു. മണവാട്ടി എന്ന് പറയുന്ന ആരാ? ദൈവത്തിന്റെ സഭ. സഭയുടെ ജോലി എന്താ? വരിക എന്ന് വിളിച്ചു പറയുക. സഭയുടെ ദൗത്യമാണിത്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, വരിക, കർത്താവിന്റെ അടുക്കലേക്ക് വരിക. സഭയുടെ ജോലി എന്താ? ആ സഭയുടെ രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്റെ ജോലിയാണ്, അവരുടെ ദൗത്യമാണ് കർത്താവിങ്കിലേക്ക് വരിക എന്നുള്ളത്. ഇനി വിളിക്കുക, ക്ഷണിക്കുക എന്നുള്ളത്. ഇനി നോക്കിയേ, ആ വാക്യത്തിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? വരിക എന്ന് ആത്മാവ് പറയുന്നു, പിന്നെ മണവാട്ടിയും വരിക എന്ന് പറയുന്നു. അടുത്ത വാചകം കണ്ടോ? ഇത് നമ്മളോടുള്ളതാണ്. അടുത്ത വാചകം എന്താ? കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന, വരും ദിവസങ്ങളിൽ യൂട്യൂബിലൂടെ മറ്റുമൊക്കെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന യേശു കർത്താവിന്റെ അടുക്കൽ വന്നവരുടെ ജോലി, നീ ഇത് കേൾക്കുമ്പോൾ നിന്റെ ദൗത്യമാണ് എന്ത്?
ആത്മാവ് പറയുന്ന കാര്യം ഏറ്റുപറയുക എന്നുള്ളത്, യേശുവിന്റെ അടുക്കലേക്ക് വരിക എന്നുള്ളത്, ആ സാക്ഷ്യം. ഇതാണ് ഈ സ്ത്രീ ഇവിടെ നിർവഹിക്കുന്നത്. അവളോട് ഈ ഉപദേശം ആരും പറഞ്ഞു കൊടുത്തുവൊന്നുമില്ല. പക്ഷേ ആ ഉപദേശം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സാക്ഷിക്കും എന്ന കാര്യത്തിന് സംശയമില്ല. ഇപ്പൊ എനിക്ക് എൻ്റെ തലയിൽ ഈ അലർജി വന്നല്ലോ. അപ്പൊ എനിക്ക് ഇതേ വിധത്തിൽ അലർജി ബാധിച്ച പല ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എറണാകുളത്ത് സോണി വർക്കി എന്ന് പറയുന്ന ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. നല്ലൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെന്നാൽ മതി, ശരിയാവുമെന്ന് പറഞ്ഞു. നമ്മുടെ ചില സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവരനുസരിച്ചവർക്ക് സുഖമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്താ, എനിക്ക് സൗഖ്യം തന്ന ഒരു ഡോക്ടർ അല്ലേ, ഞാൻ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കുക. ലോകത്തിൽ ആർക്കും സുഖം തരാൻ കഴിയാത്ത, സൗഖ്യം തരാൻ കഴിയാത്ത മാറാരോഗമായ, മഹാരോഗമായ പാപത്തിന് ശാന്തി നൽകിയ, പാപപരിഹാരം നൽകിയ ഈ നല്ല വൈദ്യനെ പരിചയപ്പെടുത്താനുള്ള വലിയ ദൗത്യം, യേശുവിന്റെ അടുക്കലേക്ക് ചെല്ല് എന്ന് പറയാനുള്ള വലിയ ദൗത്യം നമ്മൾക്കുണ്ട്. ആരെങ്കിലും കൈക്ക് പിടിച്ച് നിർബന്ധിച്ചു കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ കണ്ട ഒരുത്തനുണ്ട്, എന്നോട് സംസാരിച്ച ഒരുത്തനുണ്ട്, എന്നെ രൂപാന്തരപ്പെടുത്തിയ ഒരുത്തനുണ്ട്. നിങ്ങൾ അവനെ നോക്കി, അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്ക് കണ്ടോ? എന്താ? അവനെ വന്ന് കാണുക. 29-ാം വാക്യം, അവനെ വന്ന് കാണുവിൻ. 2 വാക്കുകളാണ്, കം ആൻഡ് സീ. ഇത് യേശു കർത്താവും പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ 1-ാം അധ്യായത്തിൽ വായിച്ചല്ലോ. എന്താ? കർത്താവിന്റെ പിന്നാലെ യോഹന്നാൻ പറഞ്ഞത് കേട്ട് ചെന്ന 2 ശിഷ്യന്മാർ, ഗുരു നീ എവിടെ പാർക്കുന്നു, കർത്താവിനോട് ചോദിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞ മറുപടി എന്താ? വന്ന് കാണുക. ഇതാണ് ക്രിസ്തീയ സാക്ഷ്യത്തിലെ 2 വാക്കുകൾ, വന്ന് കാണുക എന്നുള്ള ക്ഷണമാണ്. ഇവിടെ ഈ സ്ത്രീയുടെ സാക്ഷ്യത്തിൽ ശ്രദ്ധിക്കണേ. ഞാനിത് പഠിച്ചപ്പോൾ ദൈവജനത്തിന്റെ ഈ സഹായത്തോടുകൂടെ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ ഈ സാക്ഷ്യത്തെ കുറിച്ചുള്ള ഒരു പഠനം ഞാൻ ചെറിയ തോതിൽ ഒരു പഠനം നിർവഹിക്കുകയുണ്ടായി. നോക്കണം, ഈ സ്ത്രീ പറഞ്ഞു അവനെ വന്ന് കാണാൻ പറഞ്ഞു. ഇല്ലേ, ഞാൻ ചുരുക്കി അങ്ങ് പറയാണ് സമയലാഭത്തിന് വേണ്ടി. അപ്പോ വന്ന് കാണാൻ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 30-ാം വാക്യം, അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. പട്ടണക്കാരൊക്കെ കർത്താവിന്റെ അടുക്കലോട്ട് ചെല്ലുകയാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അറിയപ്പെടുന്ന പട്ടണ നിവാസികളൊക്കെ അറിയപ്പെടുന്ന ഒരു പാപിനിയായിരുന്നു ഈ സ്ത്രീ. ഒരു അധാർമിക ജീവിതം നയിച്ചവളായിരുന്നു ഈ സ്ത്രീ. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നാൽ അവൾ പറഞ്ഞത് ആ പട്ടണ നിവാസികൾ വിശ്വസിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഞാൻ പറയട്ടെ, പൗലോസ് അപ്പോസ്തലന്റെ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് നേരെ വിരുദ്ധമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് ജനം വിശ്വസിക്കുമോ? ഇതൊരു ചോദ്യമാണ്. യേശുവിന്റെ അടുക്കൽ ചെല്ലാനായിട്ട് ജനത്തെ നമ്മൾ നിർബന്ധിച്ചാൽ ജനം യേശുവിന്റെ അടുക്കൽ ചെല്ലുമോ? പലരെയും സാക്ഷ്യം പറയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു സംശയം ഇതാണ്. ഞാൻ പറഞ്ഞ അവരെങ്ങാണ്ട് അനുസരിക്കാം. ഞാൻ മലയാളത്തിൽ നാടൻ ഭാഷയിൽ അങ്ങ് പറയാം, ഞാൻ പറഞ്ഞാൽ എന്തോ സംഭവിക്കാനാ. പക്ഷേ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ,
ലോകം വെറുത്ത ഒരു പാപി പറയുന്ന സാക്ഷ്യത്തിന് ഒരു വലിയ പുണ്യാളൻ പറയുന്നതിനേക്കാൾ വിലയുണ്ട്. സ്തോത്രം. കേട്ടോ? ഒരു വലിയ നീതിമാൻ പറയുന്ന, ഒരു വലിയ സന്മാർഗി യേശുവിനെ കണ്ടിട്ട് പറയുന്ന സാക്ഷ്യത്തെക്കാൾ ഒരു കൊടും പാപി പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യം സമൂഹം കൽപ്പിക്കും. കാര്യം ഇവനെ ഇവളെ ഞങ്ങൾക്കറിയാം, അത്രയ്ക്ക് മോശമായി ജീവിച്ചവളാണ് ഇവൻ, ഇവൾ ഇങ്ങനെ പറയണമെങ്കിൽ, ഇവൻ ഇങ്ങനെ പറയണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കഥയുണ്ടാവും. ഉണ്ടോ? നമ്മൾ സംശയിക്കേണ്ട. നമ്മുടെ ജോലി നമ്മൾ ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ ദൈവാത്മാവ് നിവർത്തിച്ചുകൊള്ളും. നോക്കുക, ഈ പട്ടണം മുഴുവൻ കർത്താവിലേക്ക് ചേർന്നു. ഞാൻ പറയാൻ വന്ന മുമ്പേ ഞാൻ തുടങ്ങി വെച്ച ആശയം പെട്ടെന്ന് പറയട്ടെ, ശ്രദ്ധിക്കണേ. ഞാൻ ഇന്ന് പതിവിലും വേഗത്തിലാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഞാൻ ചില സന്ദർഭങ്ങൾ ഞാനൊന്ന് പറയാം. നിങ്ങൾ നോക്കിയ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ സോതോമിൽ ചെന്ന ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, ലോത്തെ, നീയും നിനക്കുള്ളവരും കൂടെ എല്ലാം ഇവിടുന്ന് രക്ഷപ്പെട്ടു, പട്ടണത്തിന്റെ മേൽ ന്യായവിധി വരാൻ പോവാ. അപ്പോൾ ഈ ലോത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ലോത്തിന്റെ 2 പുള്ളിക്ക് 2 പെൺമക്കളായിരുന്നല്ലോ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ 2 പെൺമക്കൾക്ക് വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന മരുമക്കള് 2 പേരുണ്ടായിരുന്നു. അവരോട് ചെന്ന് പറഞ്ഞു, ദേണ്ട, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നു, പട്ടണത്തെ നശിപ്പിക്കാൻ പോവുക, രക്ഷപ്പെട്ടോ, ഇത് മുഴുവൻ വെണ്ണീറാകാൻ പോവുകയാണ്, നീ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പൊ ഈ മരുമക്കള് പറഞ്ഞ വാചകം കേട്ടോ? എന്താ പറഞ്ഞേ? കളി പറയുന്നു. അവൻ കളി പറയുന്നു എന്ന് തോന്നി. കേട്ടോ? ഇതൊരു പ്രധാനപ്പെട്ട സത്യമല്ലേ? നീ ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ഒരു കാര്യത്തിന് സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ജീവിതം അതുപോലെ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഈ അമ്മായിയപ്പൻ പറഞ്ഞത് ഈ മക്കൾ തമാശയായിട്ട് എടുത്തത്? ഈ മരുമക്കൾ തമാശയായിട്ട് എടുത്തത് എന്തുകൊണ്ടാണ്? സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ലേ. എന്തുകൊണ്ടാണ് ഇവരെ കളിയായിട്ട് എടുത്തത്? മക്കളുടെയും മരുമക്കളുടെയും കൂടെ ഇരുന്ന് ആവശ്യമില്ലാത്ത കളിയും തമാശയും പറഞ്ഞിരുന്നാൽ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോഴും അവർ തമാശയായിട്ട് എടുക്കും. കേട്ടോ? മറന്നുപോകരുത്. സാക്ഷ്യം പറയുന്നവർക്ക് അതിനനുസൃതമായ ഒരു ജീവിതം ഉണ്ടായിരിക്കണം. ഞാൻ ഈ പറയുന്ന വാചകം പ്രത്യേകിച്ചും കർത്തൃ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്ന സഹോദരന്മാര് കുറിച്ചിടുന്നത് നല്ലതാണ്. എന്താ? സാക്ഷ്യമുള്ളവരെ സാക്ഷ്യം പറയാം. കേട്ടോ? സാക്ഷ്യമുള്ളവരുടെ സാക്ഷ്യമാണ് ജനം വിലമതിക്കുന്നത്. അമ്മായിയപ്പന്റെ ലോത്തിന്റെ വാക്കുകൾ ഈ മരുമക്കൾ വിലക്കെടുത്തില്ല, മുഖവിലക്കെടുത്തില്ല, അവരനുസരിച്ചില്ല. എന്തു സംഭവിച്ചു? സോദോം ചുട്ടു വെണ്ണീറായപ്പോൾ, അയ്യോ പോയി കാണണം കേട്ടോ, ചുട്ട് നശിപ്പിച്ചപ്പോൾ അക്കൂട്ടത്തിൽ ഈ വലഞ്ഞുപോയനാണെങ്കിലും അദ്ദേഹം നീതിമാനായിരുന്നു. ആ നീതിമാന്റെ മരുമക്കളും അക്കൂടെ നശിച്ചുപോയി. എന്നാൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാനിതൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്. പണ്ടൊരു വലിയപ്പച്ചൻ ഒരു പെട്ടകം പണിതേച്ച് ഉണ്ടായിരുന്നതെല്ലാം ചെലവഴിച്ച് മഴ വരാൻ പോകുന്നു. അന്ന് വരെ മഴ പെയ്തിട്ടില്ല. താൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം
സംഭവിക്കാൻ പോകുന്നു എന്ന് ഉടയവൻ വിളിച്ചു പറഞ്ഞപ്പോ താൻ അറിയപ്പെടുന്ന എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. ഒരൊറ്റ മനുഷ്യൻ വിശ്വസിച്ചില്ല. തന്റെ ഭാര്യയോട് പറഞ്ഞു, തന്റെ 3 ആൺമക്കളോട് പറഞ്ഞു, തന്റെ മരുമക്കളോട് പറഞ്ഞു, മക്കളെ, വലിയ ന്യായവിധി വരാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ ദൈവം ഒരുക്കിയ ഒരു പെട്ടകമുണ്ട്. അപ്പച്ചൻ അതിനകത്ത് കയറും, നിങ്ങളുടെ എൻ്റെ കൂടെ കയറണം. എന്താ സംഭവിച്ചത്? വേറെ ഒറ്റ ഒരുത്തൻ കയറിയില്ല. അതുകൊണ്ടാ വേദപുസ്തകത്തിൽ എഴുതിയത്, നോഹ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. കേട്ടോ? ഞാൻ പറയട്ടെ, മറ്റുള്ളവർ രക്ഷിക്കപ്പെടട്ടെ, നമ്മുടെ സാക്ഷ്യം നിമിത്തം മറ്റുള്ളവർ രക്ഷിക്കപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം അങ്ങനെ സംഭവിച്ചാൽ. എന്നാൽ ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയട്ടെ, മറ്റാരും നമ്മുടെ സാക്ഷ്യം കേട്ട് വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ സാക്ഷ്യം കേട്ട് കർത്താവിൽ വിശ്വസിക്കണം. അതിന് അനുസാരമായ ഒരു സാക്ഷ്യമുള്ള ജീവിതം നമ്മൾ നയിക്കുവാൻ ആവശ്യമുണ്ട്. കേട്ടോ? ഇതൊക്കെ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുന്ന എത്ര ദൈവദാസന്മാരുണ്ട്, എത്ര ദൈവമക്കളുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അതുപോലെ മനസ്സിലാക്കണേ. നമ്മുടെ സാക്ഷ്യത്തിൽ ഒത്തിരി പേര് വിശ്വസിക്കട്ടെ, ഒരുപാട് രക്ഷിക്കപ്പെടട്ടെ. ഇനി മറിച്ച് സംഭവിക്കട്ടെ, ആരും രക്ഷിക്കപ്പെട്ടില്ല എന്ന് വിചാരിക്കുക. ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടും. ഞാൻ സ്വർഗത്തിൽ നിത്യജീവന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുമ്പോൾ എൻ്റെ മക്കൾ നരകത്തിൽ കിടന്ന് നിലവിളിക്കുവാനിടയാണ്. കണ്ടോ? സാക്ഷ്യത്തിന്റെ വലിയ ഒരു ഇമ്പാക്റ്റാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്. ഇനി നോക്കുക, ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇതിന് തത്തുല്യമായ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കാനിടയായിട്ടുണ്ട്. അവിടെ ഈ സാക്ഷ്യം പറയുന്ന സന്ദർഭത്തിൽ അവിടെ സംഭവിക്കുന്ന കാര്യം, അവർ പറഞ്ഞ സദ്വർത്തമാനം ചിലർ വിശ്വസിച്ചു. റഫറൻസ് ഞാൻ ഇപ്പോൾ കാണുന്നില്ല, ദൈവം എന്ന് വെച്ചാൽ ഞാൻ പിന്നാലെ അത് സൂചിപ്പിക്കാം. ആ റഫറൻസ് ഞാൻ പിന്നാലെ പറയുന്നതാണ്. അപ്പോ സദ്വർത്തമാനമാണ് അവർ കേട്ടത്, സുവിശേഷമാണ് കേൾക്കുന്നത്. ആ കേട്ടവരിൽ എല്ലാവരും വിശ്വസിക്കുന്നില്ല, എല്ലാവരും വിശ്വസിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമായിട്ട് തിരുവെഴുത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു സത്യമാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 30-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങളാണ്. കുറിച്ചിടുക, നിങ്ങൾ വായിക്കുക. യെരൂശലേമിൽ നിന്ന് ചിലർ വന്നിട്ട് സദ്വർത്തമാനം പ്രസിദ്ധീകരിക്കുന്ന അഥവാ സദ്വർത്തമാനം പ്രസ്താവിക്കുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. അത് കേട്ടിട്ട് പലരും പരിഹസിച്ചു. 10-ാം വാക്യത്തിൽ പലരും പരിഹസിച്ചു. സദ്വർത്തമാനമാണ് പറഞ്ഞത്, പലരും പരിഹസിച്ചു. 11-ാം വാക്യം, എന്നാൽ ആശേരിലും മനശ്ശെയിലും സെബൂലൂനിലുമുള്ള ചിലർ തങ്ങളെ തന്നെ താഴ്ത്തി യെരൂശലേമിലേക്ക് വന്നു. നമ്മൾ പറയുന്ന സാക്ഷ്യം കേട്ട് എല്ലാവരും വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല.
ചിലര് പരിഹസിക്കും, എന്നാൽ ചിലരെങ്കിലും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തും. ഇത് നോക്കുക, ഈ പൗലോസപ്പസ്തലൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട്, ഇതൊക്കെ ഈ സാക്ഷ്യം എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ബോക്സിനകത്ത് നിങ്ങൾ ഇതൊന്നാക്കി വെച്ചിരുന്നാൽ പഠനത്തിനും പഠിപ്പിക്കുന്നതിനും അത് സൗകര്യമായിരിക്കും. ഇപ്പൊ നമ്മള് ആരുടെ കാര്യമൊക്കെ, ലോത്തിന്റെ കാര്യം, നോഹയുടെ കാര്യം, പിന്നീട് യെരൂശലേം നിവാസികള് വന്ന് പറഞ്ഞ സദ്വർത്തമാനം. നാലാമത് നോക്കുക, അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ. പൗലോസ് മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ സ്വീകരിച്ചു. എന്നാൽ കർത്താവിന്റെ അപ്പസ്തലന്മാർ, പത്രോസ് ഉൾപ്പെടെയുള്ള അപ്പസ്തലന്മാർ ശൗലിനെ, പൗലോസിനെ മാനസാന്തരപ്പെട്ട ഒരാളായിട്ട്, ഒരു ശിഷ്യൻ എന്ന നിലയിൽ അംഗീകരിച്ചില്ല. ഉണ്ടോ? അംഗീകരിച്ചില്ല. എന്നാൽ ബർന്നബാസ് എന്ത് ചെയ്യുന്നറിയാമോ? ബർന്നബാസ് ശൗലിനെ കൂട്ടി അപ്പസ്തലന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് നേരായിട്ട് രക്ഷിക്കപ്പെട്ടയാളാണ്. ഇതൊക്കെ തിരുവെഴുത്തിൽ സാക്ഷ്യത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ വ്യക്തമാക്കാൻ. ചില ആളുകൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന് കർത്താവിനെ സാക്ഷിച്ചാൽ അവർ നിൽക്കുന്നത് പുറത്തുള്ളവരായിരിക്കുകയില്ല, പിന്നെ അകത്തുള്ളവരായിരിക്കും പലപ്പോഴും സാക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്നത്. നിർബാധം കർത്താവിനെ സാക്ഷിച്ച് ചിലർ മുന്നോട്ട് പോകുമ്പോൾ അവൻ അങ്ങനാണ്, അവൻ ഇങ്ങനാണ്, അവനെ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞ് തടസ്സം സൃഷ്ടിക്കുന്ന ഇതാരാ? കുറഞ്ഞ പുള്ളികളാണോ? അപ്പസ്തലന്മാരാണ് ശൗലിനെ സംശയിച്ചത്. ഇനി നോക്കുക, സാക്ഷ്യത്തോട് ബന്ധപ്പെട്ട് ഇനി ഞാൻ പറയുന്ന ചില ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറഞ്ഞു മുന്നോട്ട് പോകാം. നിനവയില് യോനായുടെ സാക്ഷി, കർത്താവും അത് പറഞ്ഞിട്ടുണ്ട്. യോനായുടെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. സോറി, ഇന്ന് ഞാൻ കൂടുതൽ ചുമയ്ക്കുന്നുണ്ട്, ക്ഷമിക്കാൻ. യോന പ്രവചനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം അതിനോട് ചേർത്ത് കിടക്കാവുള്ള, അതിപ്പോ വായിക്കണ്ട സവാരി. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം. മത്തായി 12:40. ഇത് യേശു കർത്താവിന്റെ സാക്ഷ്യമാണ്. എന്താ? നിനവേക്കാർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. കണ്ടോ? ആരാണ് ഈ നിനവേക്കാർ? അവർ യഹൂദന്മാരല്ല, ഇസ്രായേല്യരല്ല, പുറജാതികളാണ്. പുറജാതികൾ യോനായുടെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു, അഥവാ മാനസാന്തരപ്പെട്ടു. റെട്ടിലും രാജാവ് മുതൽ ഏറ്റവും സാധുവായ മനുഷ്യൻ വരെ. ഇനിയും പൗലോസപ്പോസ്തലന്റെ ഏറ്റവും വലിയ പ്രസംഗങ്ങളിൽ ഒന്നാണ് അഥേനയിലെ പ്രസംഗം. എനിക്ക് പറയാൻ സമയം പോരാ, ഞാൻ അല്പം സമയബന്ധിതമായി ഈ കാര്യങ്ങൾ പരിസമാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്ക് വിശദീകരിച്ച് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഥേനയിലെ പൗലോസിന്റെ പ്രസംഗം, പൗലോസ് യഹൂദന്മാരോട് പ്രസംഗിച്ചതുപോലെയല്ല പുറജാതികളോട് പ്രസംഗിച്ചത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലായിടത്തും ഒരു പ്രസംഗം ശരിയാകുകയല്ല. കേട്ടോ? പറഞ്ഞ മനസ്സിലായോ? ഞാൻ പണ്ട് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂടെ ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം VBS പഠിപ്പിക്കുമ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 2-ാം ക്ലാസ്സിൽ 5-ഓ 10-ലോ ഒക്കെ കോളേജ് സ്റ്റുഡൻസിനെയും പഠിപ്പിക്കുമ്പോൾ പുള്ളിയുടെ ഒരു പുസ്തകം എന്താണെന്നറിയാം? കുഴൽക്കണ്ണാടി. കുഴൽക്കണ്ണാടി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് വെച്ചാണ് അദ്ദേഹം 1 മുതൽ കോളേജിൽ പോകുന്ന പിള്ളേരെ വരെ VBS പഠിപ്പിച്ചുകൊണ്ട്. അപ്പൊ എൻ്റെ കൂടെ ജോൺ സാമുവൽ, നിങ്ങൾക്കറിയാം, എറണാകുളത്തുള്ള സഹോദരനാണ് ജോൺ സാമുവൽ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പാപ്പച്ചായ എല്ലാവരെയും ഈ ഒരു കുഴൽക്കണ്ണാടി കൂടെ നോക്കുക. മനസ്സിലായോ?
ഒറ്റ കുഴൽക്കണ്ണാടി കൂടെ എല്ലാവരെയും നോക്കരുത് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രസംഗം കൊണ്ട് ജീവനാവസാനം വരെ നിൽക്കാൻ ശ്രമിക്കരുത്. കണ്ടോ, ഞാനിവിടെ പറഞ്ഞത് അഥേനയിൽ പൗലോസ് പ്രസംഗിച്ചത് യഹൂദന്മാരുടെ തിരുവെഴുത്ത് വെച്ചല്ല, പിന്നെ അവരുടെ കവിവരന്മാരെഴുതിയ കവിതകളും പ്രമാണങ്ങളും വെച്ചാണ്. അതേസമയം യഹൂദന്മാരോട് പ്രസംഗിച്ചപ്പോൾ എങ്ങനെയാ പ്രസംഗിച്ചത്? ന്യായപ്രമാണം, പഴയ നിയമം വെച്ചാ പ്രസംഗിച്ചത്. ഓഡിയൻസിന് തിരിച്ചറിഞ്ഞ് സാക്ഷിക്കാനും പ്രസംഗിക്കാനും നമ്മൾക്ക് സാധിക്കണം. ഇത് സാക്ഷ്യത്തോട് ബന്ധപ്പെട്ട് ഒരു ഉപദേശം കൂടെ ഞാൻ നൽകുകയാണ്. ഒരേ സന്ദേശം കൊണ്ട് എല്ലാവരുടെ അടുത്ത് പോകരുത്. ഓഡിയൻസിനെ നമ്മൾ തിരിച്ചറിയണം. അഥേനയിലെ പൗലോസിന്റെ പ്രൗഢഗംഭീരമായ ആ പ്രസംഗം, അതിന് 34 വാക്യത്തിലുണ്ട്. ഒരുപാട് പേര് പരിഹസിച്ചെന്താ? മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ട് അവർ പരിഹസിച്ചു കുറെ പേര്. മറ്റൊരു കൂട്ടര് പറഞ്ഞു, നിന്റെ പ്രസംഗം നല്ല പ്രസംഗമാ, ഞങ്ങൾ ഇനിയും കേട്ടോളാമെന്ന് പറഞ്ഞു. സാറേ, ഇനിയും വരണം കേട്ടോ, നല്ല പ്രസംഗം, ഗുണപ്പെടുകയല്ല, ഇനിയും വരണം കേട്ടോ, നല്ല പ്രസംഗം. അവസരം മാറ്റിവെക്കുന്ന ആളുകൾ. എന്നാൽ ഒരു ന്യൂനപക്ഷം മാത്രം വിശ്വസിച്ചു. ആ വിശ്വസിച്ചവരിൽ മഹത്തുക്കളായിട്ടുള്ള ആദരണീയരായിട്ടുള്ള ചിലരും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ശുശ്രൂഷയിലും സാക്ഷ്യത്തിലും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് നിർബന്ധം ഇല്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് മടങ്ങി വരാം. ലൂക്കോസ് വിശേഷം 8-ാം അധ്യായത്തിന് 37-ാം വാക്യത്തില് ഒരു ഭൂതഗ്രസ്തനെ കർത്താവ് സൗഖ്യമാക്കി. അവന്റെ ഭൂതം എല്ലാം പോയി. അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് കർത്താവിന്റെ കാൽക്കലിരുന്ന് ദൈവവചനം പഠിച്ചു. അവൻ കർത്താവിന്റെ സാക്ഷിയാകാൻ തീരുമാനിച്ചു. ആ ഭാഗമൊക്കെ നിങ്ങൾ തന്നെ വായിച്ച് സൂപ്പർ മെസ്സേജുകൾ അവിടെ കിടക്കുന്നത് കേട്ടോ. അത്യത്ഭുതകരമായ സന്ദേശങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ ഈ മഹാസംഭവം നടന്ന് ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ടപ്പോഴ് ആ നാട്ടുകാർ പറയുകയാണ്, എന്താ ഗദർ ദേശക്കാര് പറഞ്ഞ്, നീ ഞങ്ങളുടെ 37-ാം വാക്യം, ഞങ്ങൾ അതിര് വിട്ട് പോകണം, നിന്റെ സുവിശേഷം ഒന്നും ഇങ്ങോട്ട് വേണ്ട, ഞങ്ങളെ വിട്ട് പോകണമെന്ന് വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാവും. ചിലപ്പോ തല്ല് കിട്ടിയെന്ന് വരും. ഞാൻ പറയട്ടെ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിവാഹം കഴിഞ്ഞ് ചില ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച കാര്യമാണ്. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ഞാനും എൻ്റെ പിതാവും ഞങ്ങള് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വലിയ എതിർപ്പുണ്ടായി. എന്നെ അടിച്ചു, എൻ്റെ പിതാവിനെ തല്ലി, കല്ലെറിഞ്ഞു, ഞങ്ങളെ വളരെ ഉപദ്രവിച്ചു. ആ സ്ഥലത്തുള്ള ദൈവജനം കൂടി വരുന്ന സഭാഹോളിൽ തീ വെച്ചു. വലിയ പ്രശ്നമുണ്ടായി. അന്ന് എൻ്റെ കരണത്തിന് കിട്ടിയ തല്ലാണോ കൈ മടക്കിയുള്ള ഇടിയാണോ എനിക്കറിഞ്ഞുകൂടാ. വൈകിട്ട് കഞ്ഞി കുടിച്ചപ്പോൾ സ്പൂണിൽ കഞ്ഞി കോരി വാ തുറന്ന് കുടിക്കാൻ കഴിയാതെ എനിക്ക് വേദന കൊണ്ട് ഞാൻ പുളഞ്ഞു. ഒരു പപ്പടം എന്നാൽ കടിച്ചു തിന്നാം എന്ന് വിചാരിച്ച ഒരു പപ്പടം കടിക്കാൻ, പപ്പടത്തിന് എന്തോ വലിപ്പമുണ്ട്, വേദന കൊണ്ട്, അതിവേദന കൊണ്ട് എനിക്ക് സാധിച്ചില്ല. ഞാൻ പറയട്ടെ, ഇന്നും എൻ്റെ ഇടത് കവിളിന്റെ ഭാഗത്ത് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നു. ചിലപ്പോൾ എതിർപ്പുകൾ വരാം, നമ്മൾ ഉപദ്രവിച്ചു എന്ന് വരാം. എങ്കിലും ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതം നേടിയിടും എന്നുള്ള ഉറച്ച ധൈര്യത്തോടെ നമ്മൾ കർത്താവിന്റെ സാക്ഷികളാണ്. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകണം എന്നല്ല, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. ഈ സ്ത്രീ, നമ്മൾക്ക് മടങ്ങി വരാം,
ഈ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ നിന്ന് യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ഒരൊറ്റ ഓട്ടമായിരുന്നു പട്ടണത്തിലേക്ക്. ആ പട്ടണത്തിൽ ചെന്ന് അവൾ പറഞ്ഞ സാക്ഷ്യം നമ്മൾ കണ്ടു. ആ സാക്ഷ്യം കേട്ട് എന്ത് ചെയ്തു? 30-ാം വാക്യം, ആ പട്ടണത്തിൽ നിന്ന് ജനമെല്ലാം അവന്റെ അടുക്കൽ വന്നു. അവിടെ നിൽക്കട്ടല്ലേ, അർത്ഥവിരാമം നമ്മൾക്ക് കൊടുക്കാം. ജനമെല്ലാം കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ ഇങ്ങനെ പുരുഷാരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അതിനിടയ്ക്ക് എന്താ, ഓണത്തിനിടയിൽ കൂട്ടുകച്ചവടം എന്ന് നമ്മൾ പറയുന്നത് പോലെ എന്താ, ശിഷ്യന്മാർ വന്നു. ഈ വലിയ സംഭവം, മഹാസംഭവം നടക്കുമ്പോൾ യാതൊരു പരിജ്ഞാനവും ഇല്ലാതെ ആ ശിഷ്യന്മാര് പെരുമാറിയത് കണ്ടോ? ശിഷ്യന്മാര് കർത്താവിനോട് പറയാ, എന്താ, ജനമൊക്കെ വരട്ടെ, ഇതേണ്ട ഇത് റബി ഭക്ഷിച്ചാലും, കർത്താവേ ഭക്ഷിച്ചാലും, കർത്താവിനോട് പറയാ. വലിയ കാര്യം അവിടെ നടക്കുക. ഇവർക്കതൊന്നും ഒരു വിഷയമല്ല. സഹോദരി സഹോദരന്മാരെ, ഞാന് ഒരു വലിയ സത്യം പറയട്ടെ. ഇടയ്ക്ക് ആരും ഈ ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യരുത്. ഈ ആ ക്ലാസ്സിന്റെ ആ ഫ്ലോയും സന്തോഷവും നിങ്ങളോട് അനുഭവിക്കണം കേട്ടോ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഏർപ്പെടുന്ന ഒരു കാര്യത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. കണ്ടോ, ഈ ശിഷ്യന്മാർക്ക് ആ പരിജ്ഞാനം ഉണ്ടായില്ല. ഒരു വലിയ സംഭവം ഇവിടെ നടക്കുക. ആ സ്ത്രീയുടെ സാക്ഷ്യം കേട്ട് ജനം ഇങ്ങനെ കർത്താവിന്റെ അടുക്കൽ വരിക. അവർക്കതല്ല വിഷയം. അവർക്ക് വിഷയം എന്താണെന്നറിയാമോ? കർത്താവിന് ചാപ്പാട് കൊടുക്കണം. സത്യമാണ്, കർത്താവ് വിശന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്, കർത്താവിന് ഭക്ഷിക്കാൻ കൊടുക്കണം. എന്നാൽ അതിനൊക്കെ പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കണം. വിവേകം, പരിജ്ഞാനം, പ്രവർത്തനത്തിൽ നമ്മൾ കാണിക്കേണ്ട, ഏത് കാര്യങ്ങളിലും നമ്മൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് കേട്ടോ. സാന്ദർഭികമായിട്ട് ഞാൻ മുമ്പേ അത് പറഞ്ഞെങ്കിലും ഇപ്പൊ കണ്ടോ, നമ്മളൊരു മീറ്റിങ്ങിന് സംബന്ധിക്കുമ്പോൾ, നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ, ഞാൻ പറയട്ടെ, നിങ്ങളാൽ ആരെങ്കിലും, ഷൈജൻ ബ്രദറോ ജോസഫറിനെ ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്ന ചില സഹോദരൻ ജിജി ബ്രദറോ ഒക്കെ ക്ലാസ് എടുക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അലക്ഷ്യമായിട്ടിരിക്കുകയോ അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എന്റെ പരിജ്ഞാനം എന്തോ പരിജ്ഞാനമാണ്? തെറ്റാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകണമല്ലേ ക്ലാസ് ആകുമ്പോൾ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാൻ ആവശ്യം. നമ്മുടെ പെരുമാറ്റം ആ സദസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കണം കേട്ടോ. ചെറിയ ഒരു അനുചിതമായ കാര്യങ്ങൾ പോലും സംഭവിക്കാതെ സൂക്ഷിക്കണം. കർത്താവ് സഹായിക്കട്ടെ. ഇവരെ വന്ന് കർത്താവിനോട് പറഞ്ഞു ഭക്ഷിക്കാൻ. കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഗുരു ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു. അഥവാ റബി, ഗുരു ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ ഒരു മറുപടി. കർത്താവ് പറഞ്ഞ മറുപടി എന്താണ്? നിങ്ങൾ അറിയാത്ത ആഹാരം. എന്തായാലും അതും കർത്താവ് ഒരു ആത്മീയ സന്ദേശത്തിന് കാരണമാക്കി. ഗുരു അഥവാ റബി ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞതും യേശുക്രിസ്തു വലിയ ഒരു സന്ദേശമാക്കി മാറ്റി, ഒരു മെസ്സേജായിട്ട് കർത്താവ് മാറ്റി. ഞാൻ ഇനി ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് ഇവിടെ കർത്താവ് ഈ സ്ത്രീയെ രൂപാന്തരപ്പെടുത്തുന്നു. ആ പട്ടണ നിവാസികൾ കർത്താവിന്റെ അടുക്കൽ വരുന്നു. ഞാനീ പറയുന്ന എല്ലാം അടുക്കടുക്കായിട്ട് ഒന്ന് ചിന്തിച്ചു വെക്കണേ. ഈ സ്ത്രീ രൂപാന്തരപ്പെട്ടു, പട്ടണ നിവാസികൾ കർത്താവിന്റെ അടുക്കൽ വരുന്നു. അപ്പോൾ തന്നെ എൻ്റെ കർത്താവിന് സ്തോത്രം, എൻ്റെ കർത്താവ് എത്ര നല്ലവനാണ്, എൻ്റെ കർത്താവ് എത്ര വലിയവനാണ്, എത്ര മഹത്വവാനാണ്.
അപ്പോൾ തന്നെ കർത്താവ് ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുക. തന്റെ ശിഷ്യന്മാർക്ക്. ഒരു സ്ത്രീ രൂപാന്തരപ്പെടുന്നു, ഒരു പട്ടണം മാനസാന്തരപ്പെടുന്നു. ഒപ്പം കർത്താവ് എന്ത് ചെയ്യാണ്? കർത്താവ് തന്റെ ശിഷ്യന്മാരെ പരുവപ്പെടുത്തിയെടുക്കുകയാണ്. അവരെ പരിശീലിപ്പിക്കുകയാണ്. അവരെ തന്റെ ജോലിക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്ന മഹാദൗത്യം ഇവിടെ കാണുക. എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. ഇതിനേക്കാൾ വലിയ സന്ദേശം എന്തുണ്ട്? ഗുരു ഭക്ഷിച്ചാലും വിശന്ന് ദാഹിച്ച് കർത്താവ് ആ സുഖാർ എന്ന പട്ടണത്തിൽ ചെന്ന് വിശന്നിരിക്കുക, ദാഹിച്ചിരിക്കുക. ദാഹിച്ചിട്ടാണ് കർത്താവ് ആ സ്ത്രീയോട് കുടിക്കുവാൻ ചോദിച്ചത്. വിശന്നും ദാഹിച്ചും ഇരിക്കുന്ന കർത്താവ് ആ ഭക്ഷണം കൊണ്ടുവന്ന പാർട്ടിയോടെ വാങ്ങിച്ച് അത് തിന്നുകയായിരുന്നില്ല, അത് ഭക്ഷിക്കുകയായിരുന്നില്ല. കർത്താവ് പറഞ്ഞു, മക്കളെ, നിങ്ങളറിയാത്ത ആഹാരം എനിക്ക് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പ്രയോറിറ്റി എന്താ? ഏതിനാ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഈ തിന്നാനുള്ള ഭൗതിക ആഹാരത്തിനാണോ യേശു കർത്താവ് പറഞ്ഞ ആഹാരത്തിനാണോ? ശ്രദ്ധിക്കണേ. ആരോട് ചോദിച്ചാലും പറയുന്ന ഒരു ചാൺ വയറിന് വേണ്ടിയുള്ള ഓട്ടം, നെട്ടോട്ടം. ഇതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിലെ പ്രയോറിറ്റി അഥവാ പ്രഥമ സ്ഥാനം, ഒന്നാം സ്ഥാനം. ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യകാലത്ത് വായിച്ച ഒരു പുസ്തകമാണ് മുൻഗണന ഏതിന്. ഏതിനാണ് നമ്മൾ മുൻഗണന നൽകുന്നത്? ഏതിനാണ് നമ്മൾ പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്നത്? കർത്താവ് പറഞ്ഞ ആ മറുപടി ദൈവം വെച്ചാല് ഇന്ന് ഇത് പൂർത്തീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കേണ്ട സമയം ഏകദേശമാകുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറയട്ടെ. കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. അവരുടെ ചിന്തയ്ക്കും അറിവിനും അപ്പുറമായി കർത്താവ് പറയാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് ഭൗതിക ആഹാരത്തെ കുറിച്ചാണ്. എന്നാൽ നിങ്ങൾ അറിയാത്ത ആഹാരം, ദൈവത്തിന് സ്തോത്രം, കർത്താവ് പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിക്കുവാനുണ്ട്. ഞാൻ അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്റെ വിശപ്പ് പോയി, എന്റെ ദാഹം പോയി. കർത്താവ് പറയാണ്, എന്റെ വിശപ്പും ദാഹവും എല്ലാം പോയി. ഞാൻ ആ വിശപ്പും ദാഹവും ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വ്യക്തമാക്കാം. നോക്കണം, അടുത്ത വാചകം. ഈ ശിഷ്യന്മാരുടെ അറിവ് നോക്കിക്കോണേ, ഈ ശിഷ്യന്മാരുടെ പരിജ്ഞാനം നോക്കിക്കണേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. ഞാന് പഴയൊരു പാട്ടുണ്ട്, ഒരു പക്ഷെങ്കിൽ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ചിലർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പാട്ട്, ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ച് നിത്യം ജീവിക്കുന്നു. കർത്താവ് പറയാണ്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിക്കുവാനുണ്ട്. ഇത് കേട്ടപ്പോ ആ ശിഷ്യന്മാരുടെ പരിജ്ഞാനം നോക്കിയേ, അവരെന്താ പറഞ്ഞെന്ന് നോക്കിയേ. വല്ലവനും ഭക്ഷിക്കുവാൻ കൊണ്ടുവന്നുവോ എന്ന് അവർ സംസാരിക്കുകയാണ്. ആരോ എന്തോ കൊണ്ട് കൊടുത്ത ലക്ഷണം ഉണ്ട് അല്ലേ? നാടൻ ഭാഷയിൽ ഞാൻ പറയാണ്,
ആരോ എന്തോ കൊണ്ടുവന്ന് നമ്മുടെ കർത്താവിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറയാണ്, സ്തോത്രം, സ്തോത്രം, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ സാറേ, ഷൈജൻ ബ്രദറെ, എല്ലാവരുടെയും പേര് വിളിച്ചു പറയാൻ ആഗ്രഹമുണ്ട്. സ്തോത്രം. ഇത് രണ്ടുമായിരിക്കട്ടെ നമ്മുടെ ആഹാരം, എന്റെ ആഹാരം, നമ്മുടെ എല്ലാവരുടെ ആഹാരം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യണം, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. രണ്ട്, അവൻ എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നെ ഒരു പ്രവൃത്തി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് തികയ്ക്കണം. ഇത് രണ്ടുമാണ് എൻ്റെ ആഹാരം. ഒരു സമർപ്പണത്തിന്റെ സമയമായിട്ട് ഇത് മാറട്ടെ. നമ്മൾ ഓടുകയല്ലേ. ഞാനിപ്പോ ഈ സഹോദരന്മാരുടെ കാര്യമല്ല പറയുന്നത്. പൊതുവെ ഇന്ന് ആത്മീക ലോകത്ത് കാണുന്നത് എന്താണ്? ഇന്ന് ഓടുക. ബൈബിളും കൊണ്ട് ചിലര് പോകുന്നത് പോലും എങ്ങനെ ആഹാരത്തിനുള്ള വകയുണ്ടാക്കാം, മക്കൾക്ക് സമ്പാദിച്ചു കൂട്ടാം. ബൈബിളും കൊണ്ട് ചിലർ പോകുന്നത് അത് തന്നെയാണ്. അടുത്ത സമയത്ത് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഒരു ആത്മീയ പ്രവർത്തകൻ വേറൊരാളിനോട് സംസാരിച്ചപ്പോ പറഞ്ഞത്, ഇടിച്ച് കേറിയാൽ പിടിച്ചു നിൽക്കാമെന്ന്. ഇന്നത്തെ സുവിശേഷന്മാരുടെ മുദ്രാവാക്യം കേട്ടോണം. ഇടിച്ചു കയറിയാൽ പിടിച്ചു നിൽക്ക. അയ്യോ, എന്തിനാ നീ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നത്? യേശുവിന്റെ കൺസെപ്റ്റ്, കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവമക്കളും ദൈവദാസന്മാരുമാണ്. എന്റെ കർത്താവിന്റെ ഇഷ്ടം എനിക്ക് ചെയ്യണം. രണ്ട്, എന്നെ എന്റെ കർത്താവ് ഒരു വേല ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നിവർത്തിക്കണം. കർത്താവായ യേശു പറയാണ്, ദേ എന്നിൽ നിന്ന് പഠിച്ചോ, പിടിച്ചോ, എന്റെ ആഹാരം ഇതാ, നിങ്ങളുടെ ആഹാരവും ഇതായിരിക്കണം. എന്റെ ആഹാരം എന്താണ്? എന്റെ പിതാവിന്റെ ഇഷ്ടം, എന്നെ അയച്ചവന്റെ ഇഷ്ടം എനിക്ക് ചെയ്യണം. രണ്ട്, അവൻ എനിക്കൊരു ദൗത്യം തന്നാണ് വിട്ടത്, അതെനിക്ക് നിവർത്തിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന 4-ാം വാക്യം, 17:4 വാക്യം വായിക്കേണ്ടത് ഞാൻ തന്നെ അങ്ങ് പറയാം. കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുക, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. സ്തോത്രം. കാൽവരിയിലെ ക്രൂശിൽ ഏറ്റവും ഒടുവിൽ ലോകത്തോടായി ദൈവം പ്രഖ്യാപിച്ച ഒരു കാര്യം, സ്വർഗത്തേക്ക് നോക്കി പിതാവിനോട് യേശു പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. എന്താ? നിവൃത്തിയായി, സകലവും നിവൃത്തിയായി തികച്ചു. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ തികച്ചു. സംതൃപ്തിയോടെ ഈ ഐഹിക ജീവിതം അവസാനിപ്പിച്ച് കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് ആ അയച്ചവൻ ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിച്ചു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ, ഇത് മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്പസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, 2 തീമോഥെയോസ് 4:6 മുതൽ 8 വരെയുള്ള വാക്യം. അതാണ് പൗലോസിന്റെ ഒടുവിലത്തെ വാചകങ്ങൾ. പൗലോസ് പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ വാക്കുകൾ അതാണ്. 2 തീമോഥെയോസ് 4:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്താ? ഞാനിപ്പോൾ തന്നെ
പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണകാലവും അടുത്തു. ഞാൻ നല്ലപോർ പൊരുതും, ഓട്ടം സ്തോത്രം തികച്ചു, വിശ്വാസം കാത്തു. എന്റെ ജോലി തികച്ചു. മനുഷ്യർക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എത്ര ആയുസ്സുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബോധത്തോടെ മരിക്കുവാൻ എനിക്ക് അവസരമുണ്ടായാൽ എൻ്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എനിക്ക് ഈ വാചകം പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേക്ക് പോകാനാണ് എൻ്റെ ആഗ്രഹം. ഞാൻ തികച്ചു കർത്താവേ, എന്നെ ഏൽപ്പിച്ച ജോലി 100% വിശ്വസ്തമായിട്ടല്ലെങ്കിലും ആവോളം വിശ്വസ്തമായി ഞാൻ തികച്ചു. അതാണ് നമ്മുടെ ആഹാരം. അതായിരിക്കണം നമ്മുടെ ആഹാരം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് യഥാർത്ഥ സാക്ഷ്യത്തിന്റെ ചില മുഖങ്ങൾ, അതിന്റെ പൂർണ്ണമായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞില്ല, ചില മുഖങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇത് പ്രായോഗികമാക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.